കഥയുടെ തുടക്കത്തിൽ ഒരു പെൺകുട്ടി കട്ടിലിന്റെ അടിയിൽ ഒളിച്ചിരിപ്പുണ്ട്. ആ റൂമിലോട്ട് ആ പെൺകുട്ടിയുടെ അച്ഛനെയും കൊണ്ട് ഒരാൾ കയറി വരുന്നുണ്ട്. ഈ ഒരു പെൺകുട്ടിയാണ് യൂൻഹി, നമ്മുടെ കഥാനായിക. ഈ യൂൻഹിയുടെ മുമ്പിൽ വെച്ച് തന്നെ കുറച്ച് ആൾക്കാർ യൂൻഹിയുടെ അച്ഛനെ കുത്തി കൊന്നുകളയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് അവള് പേടിച്ച് കട്ടിലിന്റെ അടിയിൽ തന്നെ ഉണ്ട്. അവസാനമായിട്ട് അച്ഛന്റെ തലയിൽ ഒരു ചുറ്റിക എടുത്ത് അവന്മാർ അടിക്കുന്നുണ്ട്. അടിച്ചു കൊന്നതിനു ശേഷം അച്ഛന്റെ ബോഡി അവിടെ നിന്ന് വലിച്ചുകൊണ്ട് പോവുകയാണ്. ഇതിനുശേഷം അയാൾ വന്ന് യൂൻഹി കിടക്കുന്ന കട്ടിലിൽ ഇരിക്കുന്നുണ്ട്. യൂൻഹി തൊട്ട് താഴെ തന്നെ ഉണ്ട്. ഈ ചുറ്റിക വെച്ച് മുമ്പോട്ടും പിറകിലോട്ടും ആക്കുമ്പോൾ അവളുടെ മുഖത്ത് തട്ടുന്നുണ്ട്. ഇയാൾക്ക് മനസ്സിലായി ഈ കട്ടിലിന്റെ അടിയിൽ ആരോ ഉണ്ടെന്ന്. പെട്ടെന്ന് തന്നെ താഴോട്ട് നോക്കുമ്പോൾ അത് യൂൻഹിയാണ്. യൂൻഹിനെ തൂക്കിക്കഴിഞ്ഞു. ഇതിനുശേഷം യൂൻഹിനെ ഉപയോഗിക്കാനായിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അവളെ ഇയാൾ ഉപയോഗിക്കാനായിട്ട് പോവാണ്. ഇയാൾ ഉപയോഗിക്കാനായിട്ട് പോകുമ്പോൾ പിറകിലായിട്ട് എന്തോ ഒരു ശബ്ദം കേൾക്കും, ആരോ വന്നതുപോലെ. പെട്ടെന്ന് തന്നെ ഇയാൾ പേടിച്ചിട്ട് തോക്കെടുത്ത് ആ ഒരു ദിശയിലോട്ട് ചൂണ്ടുമ്പോൾ ഒരാൾ വന്ന് ഇയാളെ അടിച്ചിടുകയാണ്. അയാൾ വന്ന് അടിച്ചിട്ടിട്ട് ഇയാളെ കുത്തി കുത്തി കൊന്നുകളയും. എന്നാൽ പിന്നിലൂടെ ഒരാൾ വന്ന് ആക്രമിക്കാനായിട്ട് നോക്കുമ്പോൾ യൂൻഹി ഒരു തോക്കെടുത്ത് അയാളെ തീർത്ത് കളയും. ഇപ്പം വന്ന മനുഷ്യനെ യൂൻഹിയാണ് സഹായിച്ചത്. യൂൻഹിനെ രക്ഷിച്ചത് കൊണ്ട് തന്നെ ചെറിയൊരു ഉപകാരമായിട്ട് ചെയ്തു കൊടുത്തതായിരിക്കാം. ഇതിനുശേഷം യൂൻഹിക്ക് ഇയാൾ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇയാൾ ഇത്രയധികം യൂൻഹിനെ നോക്കുന്നത് കൊണ്ട് തന്നെ യൂൻഹിക്ക് അയാളോട് പ്രണയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ യൂൻഹിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എങ്ങനെ ഫൈറ്റ് ചെയ്യണം, എങ്ങനെ തോക്ക് ഉപയോഗിക്കണം, എങ്ങനെ വാൾ ഉപയോഗിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അങ്ങനെ ഇവര് തമ്മിൽ സമയം കടന്നു പോകുന്നതനുസരിച്ച് പ്രണയത്തിലാവും. ഇവർ കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ കല്യാണം കഴിക്കുകയാണ്. കല്യാണം കഴിഞ്ഞ് രണ്ടുപേരും കൂടെ ഹണിമൂണിന് പോകും. ഈ ഹണിമൂണിന് പോകുമ്പോൾ ഭർത്താവിനെ ഒരാൾ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് ഒരു പ്രശ്നമുണ്ട്, കുറച്ച് ഗ്യാങ്സ് വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വരണമെന്ന് പറയുമ്പോൾ യൂൻഹിയോട് ഇയാൾ വന്ന് കാര്യം പറയും. നീ വരാൻ പാടില്ല, കുറച്ചധികം പ്രശ്നമുണ്ട്, ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അത് തീരുമാനമാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് യൂൻഹിനെ അവിടെ നിന്ന് ഒറ്റയ്ക്കാക്കിയിട്ട് ഇയാൾ പോകും. യൂൻഹി ആകെ വിഷമിച്ച് അന്ന് രാത്രി ഉറങ്ങാതെ ഹോട്ടൽ റൂമിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഭർത്താവിന് എന്തെങ്കിലും പറ്റിയോ ഇല്ലയോ ഒന്നും അറിയാൻ പാടില്ലാതെ. അങ്ങനെ അവൾ ഇരിക്കുമ്പോൾ അവൾക്കൊരു കോള് വരും. ഭർത്താവ് മരണപ്പെട്ടു പോയെന്ന് പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് തന്നെ ഭർത്താവിനെ കാണാനായിട്ട് ചെല്ലുമ്പോൾ ഭർത്താവിന്റെ ഒരു കൂട്ടാളി അവിടെ തന്നെ നിൽപ്പുണ്ട്. ഭർത്താവിന്റെ ബോഡി കാണിച്ചു കൊടുക്കും. അയാളുടെ മുഖം എല്ലാം അടിച്ച് ചണിക്കി വെച്ചേക്കാണ്, അടിച്ച് നശിപ്പിച്ചെന്നാണെങ്കിൽ പറയാം. അവൾ ഇതൊക്കെ കണ്ട് ആകെ തളർന്നു പോകുന്നുണ്ട്. പക്ഷേ അവൾക്ക് എങ്ങനെയെങ്കിലും പ്രതികാരം ചെയ്യണം. അതുകൊണ്ട് തന്നെ കൂട്ടാളിയോട് ചോദിക്കും, ആരാണ് ഇത് ചെയ്തത്, അവരോട് എനിക്ക് പ്രതികാരം ചെയ്യണമെന്ന്. അങ്ങനെ കൂട്ടാളി അവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അത് പ്രകാരം യൂൻഹി അവരുടെ ആ ഒരു കോട്ടയിൽ ചെന്ന് കയറും. അവരുമായിട്ട് ഫൈറ്റ് ചെയ്യും. എല്ലാ ആൾക്കാരെയും അവൾ കുത്തി കുത്തി കൊന്നുകളയാണ്. കാരണം അവൾ പ്രൊഫഷണൽ ആണ്, ഫൈറ്റ് നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്. യൂൻഹി ഓരോ ആൾക്കാരെയായിട്ട് അടിച്ചു വീഴ്ത്തി കൊന്നു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരെ കൊന്നു കഴിയുമ്പോൾ അതിനകത്തൊരു ഗുണ്ടപ്പനുണ്ട്. ആ ഗുണ്ടപ്പൻ വന്ന് യൂൻഹിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് യൂൻഹിനെ നല്ല രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ട്. അയാളുടെ മുമ്പിൽ യൂൻഹിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ അവൾ എങ്ങനെയൊക്കെ അയാളെ നേരിടും. അയാളുടെ കഴുത്തിൽ ഒരു കയറ് കെട്ടിയിട്ട് ആ കയറ് എടുത്ത് താഴോട്ടെടുത്ത് ചാടുകയാണ്. ആ രണ്ടാം നിലയുള്ള ബിൽഡിങ്ങിൽ നിന്ന് താഴോട്ടെടുത്ത് ചാടുകയാണ്. ചാടിയതും അയാൾ അവിടെ മുറുകി ചാകുന്നുണ്ട്. യൂൻഹി താഴെ എത്തുകയും ചെയ്യുന്നുണ്ട്. അയാളെ കൊന്നു കഴിഞ്ഞു. അവൾ താഴെ ഇറങ്ങി വരുമ്പോൾ അവളുടെ ചുറ്റിനും പോലീസ് വളഞ്ഞിട്ടുണ്ട്. അവൾ ഇത്രയധികം ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തെന്ന് മനസ്സിലാക്കിയിട്ട് പോലീസ് അവളെ അറസ്റ്റ് ചെയ്യുകയാണ്. കട്ട് ചെയ്താൽ കുറച്ചധികം ആൾക്കാർ ഇവൾ ഫൈറ്റ് ചെയ്ത വീഡിയോ ഒക്കെ കണ്ടിട്ട് അവളെ ജയിലിലോട്ട് അയക്കണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണോ എന്ന് തീരുമാനിക്കുകയാണ്. അതിൽ തന്നെ ഒരു ലേഡി ഉണ്ട്. ആ ലേഡി സിഗരറ്റ് ഒക്കെ വലിച്ചിട്ട് പറയാണ് അവളെ നമുക്ക് വേറൊരു കാര്യത്തിനായിട്ട് ഉപയോഗിക്കാന്ന്. പക്ഷെ ആ ലേഡിയെ നമ്മളെ കാണിക്കുന്നില്ല. കട്ട് ചെയ്താൽ യൂൻഹിനെ കാണിക്കുമ്പോൾ അവൾക്ക് ബോധം വന്നിട്ടുണ്ട്. എന്നാൽ അവൾ ഒരു പ്രത്യേകതരം സെല്ലിലാണ്. ബോധം വന്ന ഉടനെ അവളുടെ ബോധം വീണ്ടും പോകും. കാരണം അവിടുത്തെ എയർ വെന്റിലേഷൻ വഴി എന്തൊക്കെയോ വാതകങ്ങൾ ഉള്ളിലോട്ട് കടന്നിട്ടുണ്ട്. അങ്ങനെ അവളുടെ ബോധം നഷ്ടപ്പെട്ടു പോവാണ്. പിന്നീട് അവൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവളുടെ മുമ്പിലെല്ലാം കുറേയധികം ഡോക്ടേഴ്സ് നിൽപ്പുണ്ട്. ആ ഡോക്ടേഴ്സ് അവളെ പ്ലാസ്റ്റിക് സർജറി ചെയ്യാണ്. അവളുടെ രൂപം എല്ലാം മാറ്റുന്നുണ്ട്. അങ്ങനെ സർജറിക്കൊക്കെ ശേഷം അവൾ കണ്ണ് തുറക്കും. കുറെ ദിവസം കടന്നു പോയിട്ടുണ്ട്. അവൾക്ക് അവളുടെ പഴയ രൂപമല്ല, അവൾക്ക് പുതിയ രൂപമാണ് കിട്ടിയിരിക്കുന്നത്. അവൾ ആരൊക്കെ പിടിച്ചൊരു റൂമിൽ പൂട്ടിയിട്ടേക്കാണ്. അവൾക്ക് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. അവൾ ഫുഡ് കഴിച്ചിട്ട് അവൾ മയങ്ങാനായിട്ട് കുറച്ചധികം ആൾക്കാർ പുറത്ത് തന്നെ കാത്തു നിൽപ്പുണ്ട്. അങ്ങനെ അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ യൂൻഹി ഫുഡ് കഴിച്ച് ബോധം കെട്ടുപോയി. ഇവര് യൂൻഹി ബോധം കെട്ടെന്ന് വിചാരിച്ച് അകത്തോട്ട് കയറി വന്ന് യൂൻഹിനെ എന്തോ ചെയ്യാനായിട്ട് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ യൂൻഹിക്ക് ബോധം വരികയാണ്. അവൾ മയങ്ങിയത് കണക്ക് അഭിനയിച്ചാണ്. ഇവരെ എല്ലാവരെയും അടിച്ച് താഴെ തള്ളിയിട്ടിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി രക്ഷപ്പെട്ടു പോകാനായിട്ട് ശ്രമിക്കും. അവൾ ഓടി ഓടി കുറച്ചധികം പെൺകുട്ടികൾ ഡാൻസ് കളിക്കുന്ന സ്ഥലത്താണ് ചെല്ലുന്നത്. എന്നാൽ അവൾക്ക് മനസ്സിലാവുന്നില്ല. അവൾ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും മുമ്പിലോട്ട് ഓടും. കുറേയധികം പെൺകുട്ടികൾ കിച്ചണിൽ നിൽക്കുന്ന ഭാഗത്ത് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ ഈ പെൺകുട്ടികളെല്ലാം അവളെ കളിയാക്കുകയാണ്. അവൾക്ക് എന്താണെന്ന് മനസ്സിലാവത്തില്ല. ഈ പെൺകുട്ടികളെ കാല് നീട്ടി അവളെ താഴെ തള്ളിയിടാനും ശ്രമിക്കുന്നുണ്ട്. അവൾ താഴെ വീണിട്ട് എണീറ്റ് പോകാനായിട്ട് നോക്കുമ്പോൾ വലിയൊരു ഗുണ്ടപ്പനാണെങ്കിൽ വന്ന് അവളെ പിടിക്കുകയാണ്. പക്ഷെ അവള് വില്ലത്തിയാണ്. അവൾ അയാളെ പിടിച്ച് അടിച്ച് അയാളുടെ കഴുത്തിൽ കത്തി വെച്ച് അവളുടെ പിന്നാലെ വരുന്ന ആൾക്കാരെ മിരട്ടി ഏതൊക്കെയോ വഴി ഇറങ്ങി അവിടെ നിന്ന് പുറത്തോട്ട് പോകാനായിട്ട് ശ്രമിക്കും. പക്ഷെ ചെന്ന് പെടുന്നതാവട്ടെ കുറച്ചധികം ലേഡികൾ മേക്കപ്പ് ചെയ്യുന്ന സ്ഥലത്താണ്. അവൾ ഇയാളുടെ കഴുത്തിൽ കത്തി വെച്ചിട്ട് എങ്ങനെയാണ് പുറത്തോട്ട് രക്ഷപ്പെട്ടു പോകാന്ന് ചോദിക്കുമ്പോൾ അതിലൊരു പെൺകുട്ടി ഞാൻ നിങ്ങളെ സഹായിക്കാന്ന് പറഞ്ഞ് യൂൻഹിനെ വിളിച്ച് പുറത്തോട്ട് വരും. പുറത്തോട്ട് പോകാനുള്ള ഒരു വഴിയിൽ വരും. ഇനി ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണമെങ്കിൽ അതുവഴി ചാടി രക്ഷപ്പെട്ടു പോകണം. അതുകൊണ്ട് തന്നെ ഇവളെ വിളിച്ചോണ്ട് വന്ന പെൺകുട്ടി ആദ്യം തന്നെ ആ ബിൽഡിങ്ങിൽ നിന്ന് താഴോട്ടെടുത്ത് ചാടുകയാണ്. ഇവളാണെങ്കിൽ ഇവളെ പിടിച്ചോണ്ട് വന്ന ആളുടെ കാലിൽ കത്തി വെച്ച് കുത്തി മുറിവുണ്ടാക്കിയിട്ട് ഇയാളെ തള്ളി മാറ്റി അവിടെ നിന്ന് താഴോട്ടെടുത്ത് ചാടും. എന്നാൽ നേരത്തെ താഴോട്ടെടുത്ത് ചാടിയെ അവളെ സഹായിച്ച ആ പെൺകുട്ടിയാണെങ്കിൽ ഒരു തോക്കെടുത്ത് യൂൻഹിനെ ഷൂട്ട് ചെയ്ത് താഴെ
തള്ളിയിടുകയാണ്. ആ പെൺകുട്ടി യൂൻഹീനെ ചതിച്ചതാണ്. നമ്മൾ നേരത്തെ കണ്ട പെൺകുട്ടികളും എവിടെ ഉപദ്രവിക്കുന്ന ആൾക്കാരും എല്ലാവരും ഒരു ഗ്രൂപ്പാണ്. യൂൻഹീനെ പറ്റിച്ചതാണ് എല്ലാവരും കൂടെ ചേർന്നിട്ട്. യൂൻഹി ഇങ്ങനെ ചെയ്ത കാര്യങ്ങളെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് കുറച്ചധികം ആൾക്കാർ CCTV റൂമിലുണ്ട്. അവൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർ നിരീക്ഷിക്കുന്നുണ്ട്. അതിലൊരുത്തനാണെങ്കിൽ ഈ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു സെക്യൂരിറ്റിക്കാണെങ്കിൽ യൂൻഹീനോട് ക്രഷും തോന്നുന്നുണ്ട്. കട്ട് ചെയ്താൽ യൂൻഹീനെ കാണിക്കുകയാണെങ്കിൽ യൂൻഹീനെ അവർ പിടിച്ച് കെട്ടിവെച്ചിട്ടുണ്ട്. അവളെ കാണാനായിട്ട് ഒരു ലേഡി വന്നിട്ടുണ്ട്. അവരെ നമുക്ക് ബോസ് ലേഡി എന്ന് പറയാം. നമ്മൾ നേരത്തെ ഒരു ലേഡീനെ കണ്ടില്ലായിരുന്നു, സിഗരറ്റ് വലിച്ച് യൂൻഹീനെ കുറച്ച് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാന്ന് പറഞ്ഞൊരു ലേഡി. ആ ലേഡി തന്നെ. ആ ലേഡി വന്ന് യൂൻഹീനോട് സംസാരിക്കും. നീ ഞങ്ങൾക്ക് വേണ്ടി ഒരു 10 വർഷം ജോലി ചെയ്യണം. അങ്ങനെ ജോലി ചെയ്യുകയാണെങ്കിൽ നിനക്ക് മോചനം കിട്ടും, നിനക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോവാം. എന്നാൽ യൂൻഹിക്ക് അതിനോട് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ കൊന്നു കളഞ്ഞേക്ക്, എനിക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അവർ ബോസ് ലേഡി ആണെങ്കിൽ ഒരു സ്കാനിങ് റിപ്പോർട്ട് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അത് നോക്കുമ്പോൾ യൂൻഹിക്ക് മനസ്സിലാവും അവൾ പ്രഗ്നന്റ് ആണെന്ന്. ഈ കുട്ടി മറ്റാരുടെ അല്ല, അവൾ ജീവന തുല്യം പ്രണയിച്ച് നേരത്തെ മരണപ്പെട്ടുപോയ അവളുടെ ഹസ്ബൻഡിന്റെയാണ്. അവൾ മരണപ്പെടുകയാണെങ്കിൽ അവളുടെ വയറ്റിലുള്ള കുട്ടി മരണപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ അവൾക്ക് മരണപ്പെടാനായിട്ട് താല്പര്യമില്ല. അവൾ സമ്മതിക്കും അവളുടെ കുട്ടിക്ക് വേണ്ടി. അവർക്ക് എന്ത് ജോലിയാണോ വേണ്ടത് അത് യൂൻഹി ചെയ്തു കൊടുത്തോളാന്ന്. പിന്നീട് ദിവസങ്ങൾ കടന്നു പോവാണ്. യൂൻഹിയുടെ വയറ് വലുതായി വരുന്നുണ്ട്. കുട്ടി വളർന്നു വലുതാവുകയാണ്. അങ്ങനെ പിന്നെയും ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ അവൾ ഒരു കുട്ടിക്ക് ജന്മം കൊടുത്തിട്ടുണ്ട്. അതൊരു പെൺകുട്ടിയാണ്. അങ്ങനെ ഒരു ദിവസം യൂൻഹി തന്റെ കുട്ടീനെ റൂമിൽ കിടത്തിയിട്ട് അവൾ പ്രാക്ടീസിനായിട്ട് പോകും. എന്ത് പ്രാക്ടീസ് ആണെന്നല്ലേ അത് കുറച്ചുകൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ നേരം യൂൻഹിയോട് ഒരു സെക്യൂരിറ്റി ഗാർഡിന് ക്രഷ് അടിച്ചില്ലായിരുന്നോ? ആ ഗാർഡ് വന്നിട്ട് യൂൻഹിയുടെ കുട്ടിക്ക് ഒരു പാവയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ആ കുട്ടീനെ എടുത്ത് നോക്കുന്നുണ്ട്. യൂൻഹിയോടുള്ള സ്നേഹം ആ കുട്ടിയോടും ഈ ഗാർഡിനുണ്ട്. ഈ ഒരു കാര്യങ്ങളെല്ലാം ബോസ് ലേഡി കാണുന്നുണ്ട്. ഇപ്പൊ യൂൻഹിയും വേറെ കുറച്ച് പെൺകുട്ടികളും കൂടാണെങ്കിൽ ഒരു സ്ഥലത്ത് കൂടി നിൽപ്പുണ്ട്. അവർ പ്രാക്ടീസ് ചെയ്യാണ്. തടിവാള് വെച്ച് പ്രാക്ടീസ് ചെയ്യാണ്. അതിലൊരു വില്ലത്തി പെൺകുട്ടിയുണ്ട്. യൂൻഹിനെ പറ്റിച്ച് ഒരു സ്ഥലത്ത് നിന്ന് ചാടാനായിട്ട് പ്രേരിപ്പിച്ചില്ലേ ആ പെൺകുട്ടി തന്നെ. ആ പെൺകുട്ടി വേറൊരു പാവം പെൺകുട്ടിയായിട്ട് ഫൈറ്റ് ചെയ്ത് ആ പാവം പെൺകുട്ടീനെ പലതവണയായിട്ട് അടിച്ച് അവളുടെ തല പൊട്ടിച്ച് അവളെ തോൽപ്പിക്കുന്നുണ്ട്. തോൽപ്പിച്ചിട്ട് വീണ്ടും വീണ്ടും അടിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ യൂൻഹിനെ ആ വില്ലത്തി പെൺകുട്ടി വെല്ലുവിളിക്കുന്നുണ്ട്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞാനുമായിട്ട് വന്ന് ഏറ്റുമുട്ടാൻ. എന്നാൽ യൂൻഹി ഇതൊന്നും വലിയ മൈൻഡ് ആക്കാതെ അവിടെ നിന്ന് നടന്ന് മാറിപ്പോവാണ്. പക്ഷേ ഈ പെൺകുട്ടി യൂൻഹിയുടെ പിന്നാലെ വന്ന് അവൾ അടിക്കാനായിട്ട് ശ്രമിക്കും. എന്നാൽ യൂൻഹി അത് സിമ്പിൾ ആയിട്ട് പിടിച്ചു നിർത്തുകയാണ്. പിന്നീട് യൂൻഹിയും അതുപോലെ തന്നെ ഈ വില്ലത്തിയായിട്ട് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫൈറ്റ് ചെയ്ത് അവസാനം വില്ലത്തി തോറ്റുപോകും. എല്ലാവരുടെ മുമ്പിൽ നാണം കിട്ടിയിട്ടുണ്ട്. അതുപോലെ യൂൻഹി വെറുതെ വിടത്തില്ല. നേരത്തെ ആ പാവം പെൺകുട്ടിയുടെ തല എങ്ങനെയാണോ അടിച്ചു പൊട്ടിച്ചത് അതുപോലെ തന്നെ യൂൻഹി വില്ലത്തി പെൺകുട്ടിയുടെ തല അടിച്ചു പൊട്ടിച്ച് കളയാണ്. ഈ ഒരു കാര്യങ്ങളെല്ലാം ആ സെക്യൂരിറ്റി ഗാർഡ്സ് വേറൊരു റൂമിലിരുന്ന് കാണുന്നുണ്ട്. യൂൻഹിയോട് ക്രഷ് തോന്നിയ ഗാർഡിന് വീണ്ടും അവളോട് ക്രഷ് തോന്നുകയാണ് അവളുടെ ഈ ഒരു സ്കില്ലൊക്കെ കണ്ടിട്ട്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവാണ്. ഒരു ദിവസം യൂൻഹിയും അതുപോലെ തന്നെ ആ വില്ലത്തി പെൺകുട്ടിയായിട്ട് മത്സരം വെക്കുകയാണ്. ആരാണോ തോക്ക് പെട്ടെന്ന് തന്നെ അടുക്കിപ്പറക്കി വെച്ചിട്ട് ഫസ്റ്റ് ഷൂട്ട് ചെയ്യാന്ന്. അതുപോലെ തന്നെ ഒരു മത്സരം വെച്ച് യൂൻഹി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഭയങ്കര കാമായിട്ട് തന്നെ അടുക്കി പറക്കാണ്. എന്നാൽ ആ വില്ലത്തി പെൺകുട്ടിയാണെങ്കിൽ കുറച്ചധികം അറച്ചു പോയത് കൊണ്ട് തന്നെ അവൾക്ക് സമയത്തിന് അടുക്കാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷെ യൂൻഹി പെട്ടെന്ന് അടുക്കിയിട്ട് അവളുടെ നേരെ ഒറ്റ പൊട്ടിയിലാണ്. വില്ലത്തി പെൺകുട്ടി ചെറിച്ച് താഴെ വീഴുന്നുണ്ട്. എന്നാൽ വില്ലത്തി പെൺകുട്ടി ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഇട്ടത് കൊണ്ട് തന്നെ അവൾക്ക് വലിയ പ്രശ്നം സംഭവിച്ചില്ല. രക്ഷപ്പെടും എന്തായാലും. ഈ ഒരു കാര്യങ്ങളൊക്കെ സെക്യൂരിറ്റി ഗാർഡ്സ് റൂമിലിരുന്ന് കാണുന്നുണ്ട്. യൂൻഹിയോട് ക്രഷുള്ള ഗാർഡും കാണുന്നുണ്ട്. വീണ്ടും ദിവസങ്ങൾ കടന്നു പോവാണ്. യൂൻഹിക്ക് ഇവിടെ നിന്ന് പോകാനുള്ള സമയമായിട്ടുണ്ട്. യൂൻഹിക്ക് സാധാരണ ഒരു ജീവിതം നയിക്കാം മോളുമായിട്ട്. പക്ഷേ ഇതിന്റെ ഇടയിൽ യൂൻഹിക്ക് മിഷൻസ് വരും. അതിന് യൂൻഹി പോയേ പറ്റത്തുള്ളൂ. ഇപ്പൊ യൂൻഹിയുടെ പുതിയ മിഷൻ പ്രകാരം അവളൊരു ബൈക്ക് എടുത്തൊരു സ്ഥലത്തോട് ചെല്ലുകയാണ്. പതിയെ ഒരു വീട്ടിലോട്ട് കയറുകയാണ്. വാളും തോക്കൊക്കെ ആയിട്ട് വീടിനുള്ളിലോട്ട് കയറി ചെല്ലുകയാണ്. അവളുടെ മിഷൻ എന്ന് പറഞ്ഞാൽ ആ വീട്ടിലുള്ള ഒരു മനുഷ്യനെ കൊന്നു കളയണം. അങ്ങനെ അവൾ അയാളുടെ ബെഡ്റൂം കണ്ടുപിടിച്ചിട്ട് ബെഡ്റൂമിലോട്ട് പതിയെ തോക്കും കൊണ്ട് കയറി ചെല്ലുകയാണ്. എന്നാൽ അയാൾ നേരത്തെ അവള് വരുമെന്ന് വിവരം അറിഞ്ഞിട്ട് ഒരു വാളും എടുത്ത് അവളെ കുത്താനായിട്ട് ശ്രമിക്കും. ഇവര് തമ്മിൽ ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. സ്റ്റെപ്പിൽ നിന്ന് ഉരുണ്ടൊക്കെ താഴെ വന്ന് വീഴുന്നുണ്ട്. ഇവൾക്ക് ആദ്യമൊന്നും അയാളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റിയില്ലെങ്കിലും പിന്നീട് ഇയാളെ കുത്തി കൊന്നു കളയാണ്. അവളുടെ മിഷൻ കംപ്ലീറ്റ് ആയി. പക്ഷെ അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കൊച്ചു പെൺകുട്ടിയാണെങ്കിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. ആ കൊച്ചു പെൺകുട്ടിയുടെ അച്ഛനാണ് ഈ മരണപ്പെട്ട് കിടക്കുന്ന മനുഷ്യൻ. ആ ഒരു കുറ്റബോധം കാരണം അവൾ ഒന്ന് സ്റ്റക്കായി നിന്ന് പോകുന്നുണ്ട്. എന്നാൽ ഈ ഒരു കോലാഹലങ്ങൾ കാരണം ശബ്ദം കേട്ടിട്ട് കുറച്ചധികം ആൾക്കാർ അങ്ങോട്ട് വരുന്നുണ്ട്. അതിപ്പം മരണപ്പെട്ട് കിടക്കുന്ന മനുഷ്യന്റെ ബോഡി ഗാർഡ്സ് ആണ്. അവർ വന്നാൽ എന്തായാലും യൂൻഹിനെ പിടിക്കും. അതുകൊണ്ട് തന്നെ യൂൻഹി അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങി പോവാണ്. അവളുടെ ബൈക്ക് എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് ശ്രമിക്കും. പക്ഷേ ഇയാളുടെ ആൾക്കാർ ബൈക്കും കാറൊക്കെ ആയിട്ട് യൂൻഹിയുടെ പിന്നാലെ ചെല്ലുകയാണ്. റോഡിൽ വെച്ച് തന്നെ ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. എന്നാൽ യൂൻഹി നല്ല സ്കിൽഡ് ആണ്. അതുകൊണ്ട് തന്നെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അവരെ ഓരോരുത്തരെയായിട്ട് അവള് വാള് വെച്ച് ബൈക്കിൽ ഇരുന്ന് തന്നെ വെട്ടി തീർക്കുകയാണ്. അങ്ങനെ അവള് ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുന്ന നേരത്ത് പിറകിൽ നിന്ന് വേറെയും കുറച്ച് ഗുണ്ടകൾ വരുന്നുണ്ട്. പക്ഷെ ഫ്രണ്ടിലായിട്ട് പോലീസുകാരും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പോലീസുകാരുടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവള് ബൈക്ക് ഒരു പാലത്തിന്റെ മണ്ടയിൽ നിന്ന് താഴോട്ടിടിച്ചിറക്കുകയാണ്. അവള് ബൈക്കിൽ നിന്ന് താഴെ ചാടി ഒരു പുഴയിൽ ചെന്ന് വീഴുന്നുണ്ട്. എന്തായാലും ആ പുഴയിൽ നിന്ന് അവള് നീന്തി എങ്ങനെയെങ്കിലൊക്കെ കരയ്ക്ക് വരുന്നുണ്ട്. അവിടെ വന്ന് ക്ഷീണിച്ച് അങ്ങനെ കിടക്കുകയാണ്. ഒരു കുട്ടിയുടെ അച്ഛനെ കൊന്ന കുറ്റബോധത്തിൽ അങ്ങനെ കിടക്കുകയാണ്. എന്നാൽ അവളെ കാണാനായിട്ട് അങ്ങോട്ട് ബോസ് ലേഡിയും വന്നിട്ടുണ്ട്. കട്ട് ചെയ്താൽ പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. യൂൻഹി മിഷൻ കംപ്ലീറ്റ് ചെയ്തത് കൊണ്ട് തന്നെ അവൾക്ക് ഇനി പുറത്തു പോയി സമാധാനമായിട്ട് ജീവിക്കാം. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് മിഷൻ ചെയ്യണം. അപ്പൊ അതിനായിട്ട് പോകാനായിട്ട് നിൽക്കുകയാണ്. അതുമല്ല അവളെ കാണാനായിട്ട് ആ ഒരു പാവം പെൺകുട്ടി വന്നിട്ടുണ്ട്. നേരത്തെ വില്ലത്തി
പെൺകുട്ടി തലയടിച്ച് പൊട്ടിച്ചില്ലേ, ആ പെൺകുട്ടി യൂൻഹിനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. ഇവര് തമ്മിൽ അത്യാവശ്യം നല്ല അടുപ്പമുണ്ട്. എന്തായാലും ഇപ്പൊ യൂൻഹി ആണെങ്കിൽ വന്ന് ബോസ് ലേഡിയുടെ കാറിൽ കയറുകയാണ്. ബോസ് ലേഡി യൂൻഹിനെയും വിളിച്ച് ഒരു സ്ഥലത്ത് ചെല്ലുന്നുണ്ട്. അതും കണ്ണൊക്കെ കെട്ടിയിട്ടാണ് സ്ഥലത്ത് ചെല്ലുക. ഇവരുടെ ഈ ഒളിത്താവളം മനസ്സിലാക്കാനായിട്ട് പാടില്ല. അങ്ങനെ മനസ്സിലാക്കുവാണെങ്കിൽ പ്രശ്നങ്ങൾ വരും. അതുകൊണ്ടാണ് കണ്ണൊക്കെ കെട്ടിയിട്ട് പുറത്തോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും യൂൻഹിനെ ഒരു സ്ഥലത്ത് കൊണ്ടുവരുന്നുണ്ട്. യൂൻഹിക്ക് പുതിയൊരു ഐഡന്റി കാർഡ് കൊടുക്കുന്നുണ്ട്, പുതിയ ജോലി കൊടുക്കുന്നുണ്ട്. ബോസ് ലേഡി യൂൻഹിനെ അവിടെ കൊണ്ടാക്കിയിട്ട് യൂൻഹിനെ മോളെ അവിടെ കൊണ്ടാക്കിയിട്ട് ബോസ് ലേഡി അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് യൂൻഹിയും അതുപോലെ തന്നെ മോളും കൂടെ സാധനങ്ങളൊക്കെ എടുത്ത് ലിഫ്റ്റിൽ വന്ന് കയറുകയാണ്. അന്നേരം ലിഫ്റ്റിലോട്ട് ഒരാളൂടെ വന്ന് കയറുന്നുണ്ട്. ഇയാളെ മറ്റാരുമല്ല, യൂൻഹിയോട് ക്രഷുള്ള ആ ഒരു സെക്യൂരിറ്റി ഗാർഡാണ്. ഈ സെക്യൂരിറ്റി ഗാർഡിന്റെ മിഷൻ മറ്റൊന്നുമല്ല, യൂൻഹിനെ കല്യാണം കഴിക്കണം. അതിനുവേണ്ടി വന്നേക്കാണ്. പക്ഷെ അവൻ ഒറിജിനലായിട്ട് അവളോട് ഇഷ്ടമുണ്ട്. ഇപ്പൊ ലിഫ്റ്റ് കയറിയ ഉടനെ അവളുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ താഴെ തള്ളിയിടും. അവ സഹായിക്കുന്നത് പോലെ താഴെ പോയ കാര്യങ്ങളൊക്കെ അവൾക്ക് എടുത്തു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അവന്റെ ഇരിക്കുന്ന ഒരു ഫോട്ടോ ആണെങ്കിൽ അവളുടെ പെട്ടിയിൽ എടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് അവളോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൾ മൈൻഡ് ആകുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞു മിഠായി എടുത്തിട്ട് ആ കൊച്ചു പെൺകുട്ടീനെ കയ്യിലെടുക്കാനായിട്ട് നോക്കും. അവളുമായിട്ട് കമ്പനി ആവാനായിട്ട് നോക്കും. ആ പെൺകുട്ടിയാണെങ്കിൽ മിഠായി കണ്ടതുകൊണ്ട് തന്നെ ആ മിഠായി വാങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ക്രഷുമായിട്ട് കമ്പനി ആവുന്നുണ്ട്. ക്രഷിന് നമുക്ക് സൂഹോ എന്ന് പേര് കൊടുക്കാം. ഇതിനുശേഷം യൂൻഹിയും കുട്ടിയും കൂടെ ലിഫ്റ്റിൽ നിന്ന് പുറത്തിറങ്ങി അവരുടെ റൂമിലോട്ട് പോവാണ്. അന്നേരം ഈ സൂഹോയും പിന്നാലെ വരുന്നുണ്ട്. നീ എന്താണ് ഞങ്ങളുടെ പിന്നാലെ വരുന്നതെന്ന് യൂൻഹി ചോദിക്കുമ്പോൾ അവൻ പെട്ടെന്ന് തന്നെ അവന്റെ ചാവി എടുത്ത് കാണിച്ച് ഇതെന്റെ റൂമാന്ന് പറഞ്ഞ് അതിനകത്തോട്ട് കയറിപ്പോവും. അവളുടെ പിന്നാലെ ഫോളോ ചെയ്ത് വന്നതല്ല. ഇതൊന്നും മൈൻഡ് ചെയ്യാതെ യൂൻഹിയും മോളും കൂടെ അവരുടെ റൂമിൽ കയറി പോവുകയാണ്. കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് പിസ്സ ഡെലിവറി ചെയ്യാനായിട്ട് ഒരു ഡെലിവറി ബോയ് വരുന്നുണ്ട്. എന്നാൽ സൂഹോ സമ്മതിക്കത്തില്ല. ഞാൻ അവർക്ക് പിസ്സ കൊടുത്തോളാം എന്ന് പറഞ്ഞ് ഡെലിവറി ബോയുടെ നിന്ന് ആ പിസ്സ വാങ്ങിച്ചിട്ട് ഡോറിൽ മുട്ടും. അവള് ചെന്ന് ഡോറ് തുറന്ന് നോക്കുമ്പോൾ അത് സൂഹോ ആണ്. സൂഹോ കൊണ്ടുവന്ന് പിസ്സ കൊടുക്കും. ഇത് അവന്റെ ചെലവാന്ന് പറയുമ്പോൾ അവള് വലിയ കാര്യമാക്കി എടുക്കുന്നില്ല. അതുമല്ല അവൻ അവളെ ചായ കുടിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്, ഡിന്നർ കഴിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്. എന്നാൽ അവൻ ഏതോ ഒരു കോഴിയാന്ന് വിചാരിച്ചിട്ട് അവള് ഡോർ അങ്ങ് അടയ്ക്കുകയാണ്. ഈ ഒരു കാര്യങ്ങളെല്ലാം ബോസ് ലേഡിയും അതുപോലെ തന്നെ കുറച്ച് ആൾക്കാരും അവരുടെ ഒളിത്താവളത്തിലിരുന്ന് കാണുന്നുണ്ട്. ഇവര് കുറച്ച് അസാസിൻ ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ പുറം ലോകം അറിയാൻ പാടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ യൂൻഹി ആണെങ്കിൽ വീടിനുള്ളിലോട്ട് കയറി പോയിട്ട് ഈ ബോസ് ലേഡീനെ വിളിക്കുകയാണ്. എന്നിട്ട് അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന അവനെ പറ്റിയുള്ള വിവരങ്ങൾ വേണമെന്ന് പറയും. സൂഹോനെ പറ്റിയുള്ള വിവരങ്ങൾ വേണമെന്ന് പറയും. അവൾക്ക് എന്തൊക്കെ ഡൗട്ട് സൂഹോനെ പറ്റി തോന്നി. അതുകൊണ്ടാണ് അവന്റെ വിവരങ്ങൾ വേണമെന്ന് പറഞ്ഞത്. എന്തായാലും ഇതിനുശേഷം ഫോണൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നേരെ ചെല്ലുന്നത് അവന്റെ അപ്പാർട്ട്മെന്റിലാണ്. എന്നിട്ട് ഡോറിൽ മുട്ടുമ്പോൾ അവൻ പുറത്തോട്ടിറങ്ങി വരും. അവൻ നേരത്തെ അവളുടെ പെട്ടിക്കകത്ത് ഒരു ഫോട്ടോ വെച്ചില്ലായിരുന്നോ, ആ ഫോട്ടോ തിരിച്ചു കൊണ്ടു കൊടുക്കാനായിട്ട് വന്നതാണ് യൂൻഹി. എന്നിട്ട് അവനോട് പറയും ഞാൻ മാരീഡ് ആണ്, എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കണ്ട, ഞാൻ മാരീഡ് ആയിട്ട് കുറച്ച് വർഷങ്ങളായി, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് മാറിപ്പോകും. എന്നാൽ സൂഹോയ്ക്ക് നന്നായിട്ട് അറിയാം അവൾ മാരീഡ് ഒന്നും അല്ല, അവൾ അവനെ പറ്റിക്കുന്നതാണെന്ന്. പക്ഷെ അവൻ അതൊന്നും മിണ്ടാതെ അകത്തോട്ട് കയറിപ്പോകും. അതുമല്ല ബോസ് ലേഡി വിളിച്ച് അവനോട് പറയുന്നുണ്ട് അവന്റെ വിവരങ്ങളെല്ലാം അവൾ എടുത്തിട്ടുണ്ടെന്ന്. എന്നാൽ ഈ മണ്ടം വിചാരിക്കുന്നത് അവൾക്ക് അവനോടുള്ള സ്നേഹം കാരണം എടുക്കുന്നതാണെന്നാണ്. പിന്നീടുള്ള ദിവസങ്ങളിൽ യൂൻഹിക്ക് വേണ്ടി ഈ സൂഹോ കുറച്ച് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അവൾ താമസിച്ചപ്പോൾ അവൾക്ക് വേണ്ടി ബസ് കുറച്ച് നേരത്തേക്ക് വൈകിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അതുമല്ല സൂപ്പർ മാർക്കറ്റിൽ വെച്ച് ഇവളുടെ പിന്നാലെ അവനിങ്ങനെ നടക്കുന്നത് കൊണ്ട് തന്നെ അവർ ചെറുതായിട്ട് കമ്പനി ആവുന്നുണ്ട്. അങ്ങനെ അവർ ഒരുമിച്ചൊക്കെ സാധനങ്ങളും വാങ്ങുന്നുണ്ട്. ഒരു ദിവസം യൂൻഹി ആണെങ്കിൽ ഒരുപാട് താമസിച്ച് ബസ്സിൽ നിന്ന് പുറത്തോട്ടിറങ്ങി വരികയാണ്. പക്ഷേ പുറത്ത് നല്ല മഴയുണ്ട്. എന്നാൽ അവളെ കാത്തുകൊണ്ട് തന്നെ സൂഹ അവിടെ നിപ്പുണ്ട് കൊടയും പിടിച്ച്. അത് കാണുമ്പോൾ അവൾ ഇംപ്രസ് ആയി. അവൾക്ക് അവനോട് ക്രഷ് തോന്നുന്നുണ്ട്. പിന്നീട് അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് വീട്ടിലോട്ട് തിരിച്ചു വരിക. ആ നേരം ഇവൻ ഇത്രയധികം എഫോർട്ട് എടുക്കുന്നത് കണ്ടത് കൊണ്ട് തന്നെ അവളാണെങ്കിൽ അവനെ പുറത്തു പോകാനായിട്ട് വിളിക്കും. ഇവള് പുറത്തൊരു നാടകം ചെയ്യുന്നുണ്ട്. അതിന് വരാനായിട്ടുള്ള ടിക്കറ്റ് അവന് ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പൊ അവന് വരാമല്ലോ. പിറ്റേന്ന് സൂഹോ പോയി അവളുടെ നാടകം കാണുന്നുണ്ട്. നാടകമൊക്കെ കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് പോകും. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും ഒരുമിച്ചാണ് ടാക്സിയിൽ തിരിച്ചു പോവുക. ഇവൻ അവളോട് ഒറിജിനലായിട്ട് നല്ല സ്നേഹമുണ്ട്. അവളുമായിട്ട് അടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവൾക്ക് കോള് വരും. തൽക്കാലത്തേക്ക് അടുക്കാനായിട്ട് പറ്റിയില്ല. എന്തായാലും ടാക്സിക്കാരനോട് അവൻ വണ്ടി നിർത്താനായിട്ട് പറയാണ്. അവൻ വണ്ടിയിൽ നിന്ന് പുറത്തോട്ടിറങ്ങും. അവൾ എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ അവൻ അവളോട് പറയും രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഫ്ലാറ്റിലോട്ട് പോയാൽ അവിടെയുള്ള നാട്ടുകാരൊക്കെ നമ്മളെ തെറ്റിദ്ധരിക്കും. അത് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നം വരും. അതുകൊണ്ട് ഞാൻ നടന്നു വന്നോളാം എന്ന് പറഞ്ഞ് ഈ ഫ്ലാറ്റിന് കുറച്ച് മുമ്പ് ഇറങ്ങിയിട്ട് അവൻ നടന്നാണ് പോവുക. ആ ടാക്സിക്കാരൻ യൂൻഹിനെയും കൊണ്ട് ടാക്സി എടുത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് അവനാണെങ്കിൽ അവൾ വലുതായിട്ട് അടുക്കാത്തത് കൊണ്ട് തന്നെ ആ വിഷമത്തിൽ മഴയും നനഞ്ഞ് നടന്ന് ഫ്ലാറ്റിന്റെ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ തന്നെ യൂൻഹി അവന് വേണ്ടി കൊടയും പിടിച്ച് കാത്തു നിൽപ്പുണ്ട്. അത് കാണുമ്പോഴാണ് അവന് സന്തോഷം വരിക. തിരിച്ചവർ രണ്ടുപേരും കൂടെ ഫ്ലാറ്റിൽ ഒരുമിച്ചാണ് കയറി വരിക. ഈ വരുന്ന നേരത്തെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. യൂൻഹി അവളുടെ കാര്യങ്ങൾ പറയും. അവളുടെ ഭർത്താവ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. അതുകൊണ്ട് തന്നെ അവൾ മാരീഡ് അല്ല എന്നും പറയുന്നുണ്ട്. പിന്നീട് ഇവർ രണ്ടുപേരും കൂടെ ഒന്ന് അടുക്കാണ്. കാരണം രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്. രണ്ടുപേരും കൂടെ ഫ്ലാറ്റിൽ വരികയാണ്. യൂൻഹിയുടെ ഫ്ലാറ്റിലാണ് വരുന്നത്. രണ്ടുപേരും കൂടെ റൊമാൻസ് ചെയ്യാനായിട്ട് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ യൂൻഹിയുടെ ഫോണിലോട്ട് ഒരു കോള് വരികയാണ്. എന്തോ അർജന്റ് ആയിട്ടുള്ള കോളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പൊ പറ്റത്തില്ല, നീ എന്റെ കുട്ടീനെ നോക്കി ഇവിടെ ഇരുന്നോണോന്ന് പറഞ്ഞിട്ട് അവനെ യൂൻഹിയുടെ ഫ്ലാറ്റിലാക്കിയിട്ട് അവൾ എന്തോ ഒരു മിഷനായിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. നേരെ ചെല്ലുന്നത് ആ പാവപ്പെട്ട പെൺകുട്ടീനെ കാണാനായിട്ടാണ്. പാവപ്പെട്ട പെൺകുട്ടിയും അതുപോലെ തന്നെ യൂൻഹിയും ഒരുമിച്ചാണ് മിഷൻ ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെ ആ മിഷൻ ചെയ്യാനായിട്ട് ഇവർ രണ്ട് കാൾ ഗേൾസിന്റെ രൂപത്തിലാണ് ചെല്ലുക. അവിടെ തന്നെ രണ്ട് ആൾക്കാർ നിൽപ്പുണ്ട്.
അവരെന്തോ ഗുണ്ടകളോ മറ്റാണ്, അവരുടെ ഫോൺ ചോർത്തി കൊടുക്കണം. അങ്ങനെ ഗുണ്ടകളാണെങ്കിൽ പാവപ്പെട്ട പെൺകുട്ടിനെയും അതുപോലെ തന്നെ യൂൻഹിനെയും ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കും. എന്നാൽ യൂൻഹി എനിക്ക് കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞ് പതിയെ ബാത്റൂമിലോട്ട് കയറി പോകുന്ന നേരത്ത് ഈ ഒരു ഗുണ്ടയുടെ ഫോൺ അവൾ അടിച്ചു മാറ്റിക്കൊണ്ടാണ് പോകുന്നത്. ബാത്റൂമിൽ ചെന്നിട്ട് അവളുടെ ഹെയർ ക്ലിപ്പ് എടുത്ത് ഈ ഒരു ഫോണിൽ കണക്ട് ചെയ്യാണ്. കാരണം ആ ഒരു ഹെയർ ക്ലിപ്പ് ഒരു USB ആണ്. അത് കണക്ട് ചെയ്ത് ആ ഫോണിൽ നിന്ന് ഡേറ്റകളെല്ലാം ചോർത്തിയെടുക്കുകയാണ്. എന്നിട്ട് പഴയതുപോലെ തന്നെ ഹെയർ ക്ലിപ്പ് ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. പതിയെ പുറത്തോട്ടിറങ്ങി വന്ന് നോക്കുമ്പോൾ അവളുടെ കൂട്ടുകാരിയായിട്ടുള്ള പാവപ്പെട്ട പെൺകുട്ടീനെ കഴുത്തിൽ കത്തി വെച്ച് അവന്മാര് പിടിച്ചു വെച്ചിട്ടുണ്ട്. അവർക്ക് മനസ്സിലായി ഈ രണ്ട് പെൺകുട്ടികൾ സ്പൈകളാണെന്ന്. മര്യാദയ്ക്ക് അവളുടെ കയ്യിലുള്ള ഹെയർ ക്ലിപ്പ് കൊടുത്തോണം, ഇല്ലെങ്കിൽ പാവപ്പെട്ട പെൺകുട്ടീനെ കൊല്ലുമെന്ന് പറയുമ്പോൾ അവൾ പതിയെ പതിയെ അവളുടെ ഹെയർ ക്ലിപ്പ് എടുത്ത് കൊടുക്കുകയാണ്. എന്നാൽ അത് ഹെയർ ക്ലിപ്പ് അല്ല, അതൊരു വാളായിരുന്നു. ആ വാളെടുത്ത് അവൾ ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ആദ്യം തന്നെ ഈ പാവപ്പെട്ട പെൺകുട്ടിയുടെ കഴുത്തിൽ കത്തി വെച്ചേക്കുന്നതിന്റെ കയ്യിൽ കുത്തിയിട്ട് പാവപ്പെട്ട പെൺകുട്ടീനെ രക്ഷപ്പെടുത്തും. എന്നിട്ട് അവര് തമ്മിൽ ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. എന്നാൽ ബാക്കി രണ്ടോമാരാണെങ്കിൽ ആണുങ്ങളല്ലേ, അവർക്ക് ശക്തി കൂടുതലാണ്. ഈ രണ്ട് പെൺപിള്ളാരെ അടിച്ച് മടക്കുന്നുണ്ട്. പക്ഷേ ഇവർ വീണ്ടും ഫൈറ്റ് ചെയ്യും. അവസാനം ഫൈറ്റ് ചെയ്ത് രണ്ടിനെയും തോൽപ്പിക്കുന്നുണ്ട്. ഈ രണ്ട് പെൺകുട്ടികളും നല്ല അവശതയിലാണ്. രണ്ടുപേരും കൂടെ നടന്ന് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഡേറ്റ എടുത്ത് പുറത്തോട്ട് പോകാനായിട്ട് നിൽക്കുമ്പോൾ അതിലൊരുത്തൻ ചത്തിട്ടില്ല. അവൻ എണീറ്റ് വന്ന് യൂൻഹീനെ കുത്താനായിട്ട് നോക്കുമ്പോൾ ആ ഒരു പാവപ്പെട്ട പെൺകുട്ടി പെട്ടെന്ന് തന്നെ യൂൻഹീനെ രക്ഷിക്കാനായിട്ട് കയറി അങ്ങ് നിൽക്കുകയാണ്. യൂൻഹിക്ക് പകരം അവളുടെ കഴുത്തിലാണ് കുത്തുകൊള്ളുക. എന്നാൽ യൂൻഹി പെട്ടെന്ന് തന്നെ അവനെ കുത്തി കൊന്നു കളയാണ്. അതുമല്ല പാവപ്പെട്ട പെൺകുട്ടിയുടെ കഴുത്തിൽ നിന്ന് ഒരുപാട് ചോര പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളെയും തൂക്കി പിടിച്ച് പുറത്തോട്ട് ഇറങ്ങിച്ചെല്ലാം. യൂൻഹിയുടെ കുറച്ച് ആൾക്കാർ പുറത്ത് നിൽപ്പുണ്ട്. ഒരു വണ്ടിയായിട്ടാണ് പുറത്ത് നിൽക്കുന്നത്. ആ വണ്ടിയിൽ വന്ന് കയറുകയാണ്. എന്നിട്ട് അവരോട് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലോട്ട് പോകാൻ പറയുമ്പോൾ ബോസ് ലേഡി പെട്ടെന്ന് തന്നെ ആ ഒരു USB എടുത്ത് കൊടുക്കാനായിട്ടാണ് പറയുന്നത്. അവളും ആ ഒരു USB എടുത്ത് പെട്ടെന്ന് തന്നെ കൊടുക്കുകയാണ്. പക്ഷേ അവർ ആ USB കിട്ടിയതും ഹാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ആ ഒരു ഗുണ്ടകളുടെ ഫോൺ ഹാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ഹോസ്പിറ്റലിൽ പോകുന്നില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ താമസിച്ചത് കൊണ്ട് തന്നെ ആ ഒരു പാവപ്പെട്ട പെൺകുട്ടി യൂൻഹിയുടെ കയ്യിൽ കിടന്ന് തന്നെ മരണപ്പെട്ടു പോവാണ്. ഇത് കാണുന്നത് യൂൻഹിക്ക് ഒരുപാട് ദേഷ്യമായിട്ട് ബോസ് ലേഡിയോട് ദേഷ്യപ്പെടും. എന്നാൽ ബോസ് ലേഡി പറയുന്നത് ഇങ്ങനെയുള്ള പെൺകുട്ടികളൊക്കെ മരണപ്പെടേണ്ട ആൾക്കാരാണ്, അവരുടെ ജോലിയുടെ ഭാഗമാണത്, ഇത് നിങ്ങളുടെ തെറ്റാണ്, നിങ്ങൾ നേരെ ചൊവ്വേ മിഷൻ ചെയ്തിരുന്നെങ്കിൽ ഇതൊരിക്കലും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് യൂൻഹിനെ കുറ്റപ്പെടുത്തുകയാണ്. ഇത് കഴിഞ്ഞ് അന്ന് രാത്രി യൂൻഹി ആണെങ്കിൽ ആകെ വിഷമിച്ച് തളർന്നിട്ടാണ് വീട്ടിലോട്ട് വരിക. പിന്നീട് അവള് വീടിനുള്ളിൽ കയറിയിട്ട് കുട്ടിയും അതുപോലെ തന്നെ സൂഹോയും എവിടെ പോയി നോക്കിയാൽ സൂഹോയുടെ മടിയിൽ തന്നെ കുട്ടി കിടന്നുറങ്ങുന്നുണ്ട്. ഇത് കണ്ടിട്ട് അവള് ബാത്റൂമിൽ പോയിട്ട് ഷവറും തുറന്നിട്ട് അങ്ങനെ നനഞ്ഞിരിക്കുകയാണ്. അവൾക്ക് പാവപ്പെട്ട പെൺകുട്ടി മരണപ്പെട്ട കാര്യം അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ആ വിഷമത്തിൽ ഇരിക്കുമ്പോൾ സൂഹോ അങ്ങോട്ട് വരുന്നുണ്ട് ശബ്ദം കേട്ടിട്ട്. അവളുടെ അടുത്ത് ചെന്ന് അവളെ കെട്ടിപ്പിടിച്ച് സമാധാനപ്പെടുത്താണ്. ഇനി എന്തൊക്കെ പ്രശ്നം വന്നാലും അവളുടെ കൂടെ അവൻ കാണുമെന്ന് പറഞ്ഞിട്ട്. പിറ്റേ ദിവസം യൂൻഹി ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുമ്പോൾ സൂഹോ ആണെങ്കിൽ അവളുടെ മോൾക്ക് നല്ല രീതിയിൽ ഫുഡൊക്കെ കൊടുക്കുന്നതാണ് കാണുന്നത്. ഇത് കഴിഞ്ഞിട്ട് യൂൻഹിയും അതുപോലെ തന്നെ സൂഹോയും സംസാരിക്കുന്നുണ്ട്. സൂഹോ അവളോട് പറയും എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, നിന്നെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന്. എന്നാൽ അവള് പറയും ഞാൻ നീ വിചാരിക്കുന്നത് പോലെ സാധാരണ ഒരു പെൺകുട്ടിയല്ല, എന്റെ സത്യങ്ങളെല്ലാം അറിയുമ്പോൾ നീ പേടിച്ച് ഓടിപ്പോവെന്ന് പറയുമ്പോൾ അവൻ പറയും ഞാൻ ഒരിക്കലും ഓടി പോകത്തില്ല, നീ ഇനി എന്താന്ന് പറഞ്ഞാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഞാൻ നിന്നെ തന്നെ കല്യാണം കഴിക്കുമെന്ന് അവൻ പറയാണ്. കാരണം അവന് നേരത്തെ അറിയാം അവൾ ഒരു സ്പൈ ആണെന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഒരു അസാസീൻ ആണെന്നുള്ള കാര്യം. പക്ഷെ അതിനു മുമ്പ് അവൾക്ക് കുറച്ച് ആൾക്കാരോട് അനുവാദം ചോദിക്കാനുണ്ടെന്ന് പറയും. ആരോട്? അവളുടെ പേരൻസിനോട്. അങ്ങനെ ആ പ്രകാരം അവൾ നേരെ പോയി കാണുന്നത് മറ്റാരെയല്ല, ബോസ് ലേഡീനെയാണ്. അവളുടെ പേരൻസ് ഒക്കെ മരണപ്പെട്ടു പോയില്ലേ. ബോസ് ലേഡിയോട് സൂഹോനെ അവൾക്ക് കല്യാണം കഴിക്കണമെന്ന് പറയുമ്പോൾ അവരും അതിന് സമ്മതിക്കും. യൂൻഹി ബോസ് ലേഡീനെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് മാറി നിന്ന് സൂഹോനെ വിളിക്കും. ഇതാണക്ക് എന്റെ പേരൻസ് കല്യാണത്തിന് സമ്മതിച്ചു, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കെട്ടാന്ന്. പക്ഷേ ഈ സൂഹോ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ബോസ് ലേഡിയും കേൾക്കുന്നുണ്ട്. രണ്ടുപേരും ഒരു കാറിലാണ്. അതുകൊണ്ട് തന്നെ ബോസ് ലേഡിയും കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സൂഹോയുടെ ഒരു മിഷൻ മാത്രമായിരുന്നു യൂൻഹിനെ കല്യാണം കഴിക്കുക എന്നുള്ളത്. പക്ഷേ സൂഹോയ്ക്ക് യൂൻഹിനെ ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ കല്യാണ ദിവസത്താണ് യൂൻഹി നല്ല സന്തോഷവതിയായിട്ട് അവളുടെ കല്യാണ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുമ്പോൾ അങ്ങോട്ട് വില്ലത്തി പെൺകുട്ടി വരുന്നുണ്ട്. വില്ലത്തി പെൺകുട്ടി വന്നിട്ട് യൂൻഹിനെ ചൊറിയാണ്. അന്നേരം ബോസ് ലേഡി വിളിക്കും. ഫോൺ എടുത്ത് യൂൻഹിയുടെ കൊടുക്കാൻ പറയും. അതുകൊണ്ട് തന്നെ യൂൻഹി സംസാരിക്കുകയാണ്. യൂൻഹിയോട് പെട്ടെന്ന് തന്നെ ബാത്റൂമിലോട്ട് പോകാൻ പറയുന്നത് കൊണ്ട് തന്നെ യൂൻഹി ബാത്റൂമിൽ പോയി സംസാരിക്കും. ബാത്റൂമിൽ തന്നെ കുറച്ചധികം തോക്കിന്റെ പാർട്സുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുക്കാനായിട്ട് പറയും. അതുപോലെ തന്നെ അവൾ സാധനങ്ങളൊക്കെ എടുത്ത് സെറ്റ് ചെയ്യാണ്. അതുമല്ല പുറത്ത് എന്തോ ഒരു മിഷൻ വന്നിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ട് യൂൻഹിയോട് പണിയെടുക്കാനായിട്ട് പറയും. അതും കല്യാണ ദിവസം തന്നെ. അത് പ്രകാരം അവൾ തോക്കെടുത്ത് പുറത്തൊരു മനുഷ്യൻ വന്നിട്ടുണ്ട്, അയാളെ ഷൂട്ട് ചെയ്യാനായിട്ട് എയിം ചെയ്യും. എന്നാൽ അവൾ എയിം ചെയ്ത് നോക്കുമ്പോൾ അത് മറ്റാരുമല്ല, അവളുടെ മരണപ്പെട്ടു പോയ ആ ഒരു ഹസ്ബൻഡാണ്. അവൾ പ്രതികാരം ചെയ്തില്ലേ കുറെ ആൾക്കാരെടുത്ത്. എന്തിനു വേണ്ടിയായിരുന്നു? അവളുടെ ഹസ്ബൻഡിനെ കൊന്നത് കൊണ്ടാണ്. എന്നാൽ ഇപ്പൊ ഇത് കണ്ടിട്ട് അവൾക്ക് വിശ്വസിക്കണോ വേണ്ടെന്ന് അറിയാൻ പാടില്ല. കാരണം മരണപ്പെട്ടു പോയ അല്ലെങ്കിൽ കൊലപ്പെട്ടു പോയ ഹസ്ബൻഡാണ് അവിടെ നിൽക്കുന്നത്. എന്തായാലും അവൾക്ക് കൊന്നേ പറ്റത്തുള്ളൂ. അവൾ തോക്കെടുത്ത് ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. എന്നാൽ അവളൊന്ന് വരണ്ടു പോയത് കൊണ്ട് തന്നെ അവളെ കൊണ്ട് കഴിയുന്നില്ല. ആ ഒരു ഹസ്ബൻഡിനെ ഷൂട്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ അയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവാണ്. അതുപോലെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ കയ്യിലും കാലിലും എല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മിഷൻ എന്തായാലും നടന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ബോസ് ലേഡിയോട് ക്ഷമയും പറഞ്ഞിട്ട് അവൾ തോക്കും കാര്യങ്ങളെല്ലാം ഒളിപ്പിച്ചു വെച്ച് കല്യാണം കഴിക്കാനായിട്ട് പുറത്തോട്ട് വരികയാണ്. അവരുടെ കല്യാണം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു ഓഡിറ്റോറിയത്തിനകത്തോട്ട് അവളുടെ എക്സ് ഹസ്ബൻഡ് വരുന്നുണ്ട്. അവൻ വന്നിട്ട്
വന്നിട്ട് ആ ബാത്റൂമിൽ നിന്ന് തോക്കൊക്കെ പിടിച്ച് നോക്കുകയാണ് അവൻ ആരാണ് കൊല്ലാൻ നോക്കിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട്. അതുമല്ല എക്സ് ഹസ്ബൻഡിനോട് അവന്റെ ആൾക്കാർ വന്ന് പറയുന്നുണ്ട് ഇതണക്കൊരു കല്യാണം നടന്നായിരുന്നു, ചിലപ്പോൾ ആ ഒരു കൂട്ടത്തിലുള്ള ആരെങ്കിലും ആയിരിക്കും നിങ്ങളെ കൊല്ലാൻ നോക്കിയെന്ന്. മെയിൻ സംശയം ചെറുക്കനെയും അതുപോലെ തന്നെ പെണ്ണിനെയാണ്, യൂൻഹിനെയും അതുപോലെ തന്നെ സൂഹോനെയും. ഈ യൂൻഹിന്റെ കണ്ണുകളെല്ലാം ഈ എക്സ് ഹസ്ബൻഡിന് നേരത്തെ പരിചയമുണ്ട്. യൂൻഹിനെ പ്ലാസ്റ്റിക് സർജറി ചെയ്തില്ലേ, അതെന്തിനാണ്? അത് അവരുടെ ഒരു നിയമമാണ്, ഈ അസാസിൻ ടീമിന്റെ ഒരു നിയമമാണ്. യൂൻഹിനെ അവർ പിടിച്ചില്ലേ പോലീസുകാര്, യൂൻഹിനെ കാണാതെ പോയെന്ന് വരുത്തിയിട്ട് പുതിയൊരു മനുഷ്യത്തെയായിട്ട് യൂൻഹിനെ തന്നെ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് രൂപമെല്ലാം മാറ്റി പുറത്തോട്ട് വിട്ടു. ആരും അറിയാൻ പാടില്ല യൂൻഹി ഒരു അസാസീനാണെന്ന്. ഇത്രയുള്ള സംഭവം. അന്ന് രാത്രി യൂൻഹിയും അതുപോലെ തന്നെ അവളുടെ ഇപ്പോഴത്തെ ഹസ്ബൻഡ് ആയിട്ടുള്ള സൂഹോയും കൂടെ ഒരു ഹോട്ടലിൽ വന്ന് ഫുഡ് കഴിക്കുകയാണ്. അന്നേരം സൂഹോന്റെ ഫോണിലോട്ട് ഒരു കോള് വരും. എന്തോ എമർജൻസി ആണെന്ന് പറഞ്ഞിട്ട് സൂഹോ അവിടെ നിന്ന് മാറിപ്പോകും. അന്നേരം യൂൻഹിനെ കാണാനായിട്ട് എക്സ് ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. അവളുടെ മുമ്പിൽ വന്ന് അങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ അവൾ ഒരു ഭാവവും കാണിക്കുന്നില്ല. അവൾക്ക് എക്സ് ഹസ്ബൻഡിനെ അറിയാത്തതുപോലെ തന്നെ അങ്ങനെ ഇരിക്കുകയാണ്. എക്സ് ഹസ്ബൻഡ് അവളോട് വന്ന് സംസാരിക്കും. നിനക്ക് എന്നെ മനസ്സിലായോ, ഇനിയിപ്പോ നീ ആ പഴയ യൂൻഹിയാണോ എന്നൊന്നും ചോദിക്കുമ്പോൾ അവൾ എല്ലാത്തിനും കള്ളം പറയാണ്. അതുകൊണ്ട് തന്നെ എക്സ് ഹസ്ബൻഡ് ഇത് യൂൻഹി അല്ല എന്ന് വിചാരിച്ച് അവിടെ നിന്ന് മാറിപ്പോകും. പക്ഷേ ഹസ്ബൻഡ് മാറിപ്പോയതും അവളുടെ പേടിയെല്ലാം പുറത്തു വരുവാണ്. ഇപ്പൊ എക്സ് ഹസ്ബൻഡ് അവളുടെ ജീവിതത്തിലോട്ട് വരുവാണെങ്കിൽ എല്ലാം താർമാറാവും. അതുമല്ല അവൾക്ക് വിശ്വസിക്കാനും പറ്റുന്നില്ല അവളുടെ എക്സ് ഹസ്ബൻഡ് മരണപ്പെട്ടിട്ടില്ല എന്ന്. അവൾ എന്തിനു വേണ്ടിയാണ് അത്രയധികം ആൾക്കാരെ കൊന്നത്? എക്സ് ഹസ്ബൻഡിനെ കൊന്നെന്ന് വിചാരിച്ച് ആ ഒരു പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? ഇതൊക്കെ ആലോചിച്ച് അവൾ ആകെ വിഷമിച്ച് അവിടെ നിന്ന് കരഞ്ഞു പോവാണ്. ഈ നേരം സൂഹോയും അതുപോലെ തന്നെ ബോസ് ലീഡിയും കൂടെ സംസാരിക്കുന്നുണ്ട്. സൂഹോ ഒരു ബാത്റൂമിൽ ഒളിഞ്ഞിരുന്നിട്ടാണ് സംസാരിക്കുന്നത്. ഈ എക്സ് ഹസ്ബൻഡിന്റെ ഒരു കൂട്ടാളിയാണെങ്കിൽ ഇവൻ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തൊട്ടടുത്ത് വന്ന് റെക്കോർഡ് ചെയ്യാണ്. അത് സൂഹോ അറിയാതെ തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് എക്സ് ഹസ്ബൻഡിനെ കേൾപ്പിച്ചു കൊടുക്കും. അത് കേൾക്കുമ്പോൾ മനസ്സിലാവും അത് അവന്റെ പഴയ യൂൻഹി തന്നെയാണെന്ന്. കാരണം മിഷനെ പറ്റിയാണ് സംസാരിക്കുന്നത്. യൂൻഹി കല്യാണ ദിവസം ഒരാളെ കൊല്ലാനായിട്ട് നോക്കി, അത് യൂൻഹിയുടെ എക്സ് ഹസ്ബൻഡ് ആണെന്ന്. ഈ ഒരു കാര്യം റെക്കോർഡിംഗ് ആയിട്ട് കേൾക്കുമ്പോൾ എക്സ് ഹസ്ബൻഡിന് മനസ്സിലാവും അത് യൂൻഹി ആണെന്നുള്ള കാര്യം. ഇത് കഴിഞ്ഞിട്ട് യൂൻഹി ബോസ് ലേഡിനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. എന്നാൽ ഈ ബോസ് ലേഡി യൂൻഹിയോട് കാര്യങ്ങൾ തിരക്കും, എന്താണ് അവിടെ സംഭവിച്ചതെന്ന്. എന്നാൽ യൂൻഹി സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നില്ല, അത് അവളുടെ എക്സ് ഹസ്ബൻഡ് ആണെന്നുള്ള കാര്യം പറയുന്നില്ല. എന്നാൽ ഈ ബോസ് ലേഡിക്ക് കാര്യങ്ങളെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ യൂൻഹിയുടെ അടുത്ത് വന്നിട്ട് നീ എന്തേലും കാര്യങ്ങൾ ചെയ്തു കൂട്ടിയാൽ അല്ലെങ്കിൽ എന്തേലും കാര്യങ്ങൾ ഒപ്പിക്കാനായിട്ട് നോക്കിയാൽ നിന്റെ കുടുംബത്തിനെ മൊത്തത്തിൽ തുടച്ചു നീക്കും, നിന്റെ ഭർത്താവിനെ അതുപോലെ തന്നെ നിന്റെ മോളെയും കൊന്നുകളയെന്ന് പറഞ്ഞ് വരട്ടാണ്. യൂൻഹിക്ക് വേറെ മാർഗ്ഗമില്ല. ഈ ബോസ് ലേഡി പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടേ കഴിയത്തുള്ളൂ. അങ്ങനെ ഒരു ദിവസം യൂൻഹി ആണെങ്കിൽ അവൾ അഭിനയിക്കാനായിട്ട് മേക്കപ്പ് ഇടുമ്പോൾ അങ്ങോട്ട് ആ വില്ലത്തി പെൺകുട്ടി വരുന്നുണ്ട്. വില്ലത്തി പെൺകുട്ടി യൂൻഹിക്ക് ഒരു പൂവും കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ഏതോ ഒരു ഫാൻ കൊണ്ടുവന്ന് അവൾക്ക് കൊടുത്തതാന്ന് പറഞ്ഞിട്ട് അവൾ ആ പൂ എടുത്ത് നോക്കുമ്പോൾ അതിനകത്തൊരു ലെറ്റർ ഉണ്ട്. ആ ലെറ്റർ മാറ്റി മാറ്റി നോക്കുമ്പോൾ അതിനകത്തൊരു USB ഉണ്ട്. പക്ഷെ ആ USB ഈ ഒരു വില്ലത്തി പെൺകുട്ടി കാണാതെ യൂൻഹി മറച്ചു പിടിക്കുകയാണ്. എന്താണ് അതിലുള്ളതെന്ന് അറിയാൻ പാടില്ല. എന്തായാലും അന്നത്തെ അഭിനയത്തിന് ശേഷം അവൾ പുറത്തോട്ട് ഇറങ്ങി നടന്നു പോവാണ്. അവൾ നിരീക്ഷിച്ചു കൊണ്ട് തന്നെ ബോസ് ലേഡിയും കുറച്ചധികം ആൾക്കാരും ഉണ്ട്. ഈ USB എന്താണെന്ന് മനസ്സിലാക്കണം. അത് ബോസ് ലേഡിയും ബാക്കിയുള്ള ആൾക്കാരും അറിയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഒരു വണ്ടിയുടെ മറവില് അവൾ ക്യാമറ എല്ലാം മറച്ച് എങ്ങോട്ടോ രക്ഷപ്പെട്ടു പോകും. അവൾ നേരെ ചെല്ലുന്നത് ഒരു കഫേലാണ്. അവിടെ കൊണ്ടുവന്ന് ഈ ഒരു USB ഒരു കമ്പ്യൂട്ടറിൽ കുത്തിയിട്ട് ആ ഒരു കാര്യങ്ങളെല്ലാം കേട്ട് നോക്കുകയാണ്. അതിനകത്ത് മറ്റൊന്നുമല്ല, അവളുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള സൂഹോ ബോസ് ലേഡി ആയിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളാണ്, ആ മിഷനെ പറ്റിയിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ നിന്ന് അവൾക്കൊരു കാര്യം മനസ്സിലാവും, ഈ സൂഹോ ആണെങ്കിൽ ഒരു സ്പൈ ആണ്. അവൻ മനഃപൂർവ്വം അവളെ കല്യാണം കഴിച്ചതാണ്. അവന്റെ മിഷൻ മാത്രമായിരുന്നു അവളെ കല്യാണം കഴിക്കുക എന്നുള്ളത്. ഇത് മനസ്സിലാക്കിയതും അവൾ തകർന്നു പോവുകയാണ്. ഇവളെ എല്ലാരും പറ്റിക്കുക എന്ന് മനസ്സിലാക്കിയതും ഇവൾക്കൊരു സീക്രട്ട് മിഷന്റെ കാര്യം അറിയാം. ഈ വില്ലത്തി പെൺകുട്ടി എക്സ് ഹസ്ബൻഡിനെ കൊല്ലാൻ പോവാ എന്നുള്ള കാര്യം യൂൻഹിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു USB ഒരു ID പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതിനകത്ത് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് ആ IDയിൽ കാര്യങ്ങൾ ഇടും. ഇത് കണക്ക് വില്ലത്തി പെൺകുട്ടി എക്സ് ഹസ്ബൻഡിനെ കൊല്ലാനായിട്ട് വരുന്നുണ്ടെന്ന്. ഈ ഒരു മെസ്സേജ് എക്സ് ഹസ്ബൻഡും കൂട്ടരും കാണുന്നുണ്ട്. ഇപ്പൊ വില്ലത്തി പെൺകുട്ടിയാണെങ്കിൽ എക്സ് ഹസ്ബൻഡിനെ കൊല്ലാനായിട്ട് നല്ല സില്ലി ആയിട്ട് ലിഫ്റ്റിൽ കയറി ചെല്ലുകയാണ്. എന്നാൽ ലിഫ്റ്റ് തുറന്നതും കുറെ അധികം ആൾക്കാർ മുമ്പിൽ തന്നെ നിൽപ്പുണ്ട്. അവരെല്ലാരും കൂടെ ഈ ഒരു വില്ലത്തി പെൺകുട്ടീനെ തൂക്കുകയാണ്. അവൾക്ക് രക്ഷപ്പെട്ടു പോകാനായിട്ട് സാധിച്ചില്ല. ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? നമ്മുടെ യൂൻഹി ഒറ്റി കൊടുത്തത് കൊണ്ടാണ്. അതുപോലെ ഈ വില്ലത്തി പെൺകുട്ടീനെ പിടിച്ചു വെച്ചേക്കുന്ന കാര്യങ്ങളെല്ലാം അവരുടെ സ്പൈ ക്യാമറ വഴി ബോസ് ലേഡിയും കൂട്ടരും കാണുന്നുണ്ട്. കട്ട് ചെയ്താൽ യൂൻഹി ആണെങ്കിൽ തെരുവിൽ കൂടെ അങ്ങനെ നടന്നു പോവാണ്. അവൾക്കറിയാം അവളെ നിരീക്ഷിച്ചുകൊണ്ട് കുറച്ചധികം ആൾക്കാരുണ്ടെന്ന്. എന്നാൽ അവൾ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ബോസ് ലേഡി അവളുടെ മുമ്പിൽ തന്നെ വന്ന് നിൽപ്പുണ്ട്, അതൊരു തോക്കും പിടിച്ചുകൊണ്ട്. പിന്നീട് യൂൻഹിനെയും തൂക്കി പിടിച്ചൊരു സ്ഥലത്ത് വരാണ്. യൂൻഹിനെ കൊണ്ടുവന്ന് അവിടെ കെട്ടിവെക്കുന്നുണ്ട്. യൂൻഹിയോട് ചോദിക്കും, നീ ഒറ്റിയതല്ലേ ഈ കാര്യങ്ങളെല്ലാം? എന്നാൽ അവൾ വാശിയോടും വൈരാഗ്യത്തോടും വിളിച്ച് പറയാണ്, എനിക്കറിയാം നിങ്ങൾ എല്ലാവരും എന്നെ ചതിച്ചതാണെന്ന്. നീ എന്റെ കുടുംബത്തിനെ കൊന്നുകളയുമെന്ന് പറഞ്ഞല്ലേ, പക്ഷേ നിന്റെ വാലാട്ടി നായ മാത്രമാണ് എന്റെ ഹസ്ബൻഡ് ആയിട്ടുള്ള സൂഹോ. അവന് നിങ്ങൾക്ക് വേണ്ടിയല്ലേ വർക്ക് ചെയ്യുന്നത്. അവന്റെ മിഷൻ മാത്രമല്ലായിരുന്നു എന്നെ കല്യാണം കഴിക്കുക എന്നുള്ളത്, അല്ലാതെ അവൻ സ്നേഹം കൊണ്ട് ചെയ്തതൊന്നും അല്ലല്ലോ. അവനെ അങ്ങ് കൊന്നു കളഞ്ഞേക്കാൻ അവൾ ദേഷ്യപ്പെട്ടു പറയും. എന്നാൽ ഇത് കേൾക്കുന്ന ബോസ് ലേഡി ആണെങ്കിൽ അവളുടെ മുഖം നോക്കി ഒറ്റ അടിയാണ്. അന്നേരമായിരിക്കും സൂഹോ ഈ ബോസ് ലേഡിയുടെ ഫോണിലോട്ട് വിളിക്കുക. അവൻ എന്തോ ഒരു മിഷന്റെ ഭാഗമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവന് പുതിയ മിഷൻ എന്താന്ന് വെച്ചാൽ യൂൻഹി
വീട്ടിൽ വരാനായിട്ട് വൈകും. അവൾക്ക് എന്തോ അസുഖമാണെന്ന് കള്ളം പറഞ്ഞിട്ട് യൂൻഹിയുടെ മോളെ വീട്ടിൽ പോയി നോക്കിക്കൊള്ളാൻ പറയും. എത്രയും പെട്ടെന്ന് തന്നെ യൂൻഹിയും വീട്ടിലെത്തുമെന്ന് ഈ ബോസ് ലേഡി അവനോട് കള്ളം പറയാണ്. ഇത് കഴിഞ്ഞിട്ട് യൂൻഹിനെ ഒരു കാറിൽ കേട്ടിട്ട് ബോസ് ലേഡിയും കുറച്ച് ആൾക്കാരും കൂടെ എങ്ങോട്ടോ പോകും. അങ്ങനെ പോകുന്ന നേരത്തെ ഒരാളാണെങ്കിൽ ബൈക്ക് കൊണ്ടുവച്ച് ഈ കാറിൽ ഇടുകയാണ്. അയാൾ അവശതയായിട്ട് കാറിന്റെ മുമ്പിൽ അങ്ങനെ കിടക്കും. എല്ലാരും കൂടെ അയാൾക്ക് എന്താ പറ്റിയെന്ന് അറിയാനായിട്ട് പുറത്തോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അയാൾ ഒരു അസാസീനായിരുന്നു. തോക്കെടുത്ത് എല്ലാവരെയും ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ഓരോരുത്തരെയായിട്ട് കൊല്ലും. അതുപോലെ തന്നെ ഈ ഫൈറ്റിന്റെ ഇടയിൽ ബോസ് ലേഡിയുടെ ഷോൾഡറിലും വെടിയേൽക്കുന്നുണ്ട്. ഇപ്പം വന്ന ഈ കില്ലർ ആണെങ്കിൽ ബോസ് ലേഡിനെ പിടിക്കാനായിട്ട് ഡ്രൈവർ സീറ്റിന്റെ അടുത്ത് വരുമ്പോൾ ബോസ് ലേഡിനെ കാണാനില്ല. അവർ രക്ഷപ്പെട്ടു പോയി. അവർ പോയടുത്തോട്ട് തന്നെ അവരുടെ ചോരയെല്ലാം താഴെ വീണിട്ടുണ്ട്. എന്തായാലും ബാക്ക് സീറ്റിൽ നമ്മുടെ യൂൻഹി ഉണ്ടല്ലോ, ആ കില്ലർ യൂൻഹിന്റെ അടുത്ത് ചെല്ലുകയാണ്. അത് മറ്റാരുമല്ല, യൂൻഹിയുടെ എക്സ് ഹസ്ബൻഡ് തന്നെയാണ്. ഈ എക്സ് ഹസ്ബൻഡ് യൂൻഹിനെ രക്ഷപ്പെടുത്തി അവിടെ നിന്ന് പോകുന്നുണ്ട്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ചതിയന്മാരാണെന്ന് എക്സ് ഹസ്ബൻഡ് കാണിച്ചു കൊടുത്തല്ലോ, അതുകൊണ്ട് തന്നെ എക്സ് ഹസ്ബൻഡിനെ യൂൻഹി വിശ്വസിക്കുന്നുണ്ട്. ഇപ്പൊ യൂൻഹിനെയും കൊണ്ട് എക്സ് ഹസ്ബൻഡ് യൂൻഹിയുടെ ഫ്ളാറ്റിന്റെ താഴെ വരുന്നുണ്ട്. യൂൻഹിനെ ഉപദ്രവിക്കാനായിട്ട് ഈ വില്ലന്മാര്, അതായത് ബോസ് ലേഡിയുടെ ആൾക്കാർ വരുമെന്ന് ഹസ്ബൻഡ് പറഞ്ഞിട്ട് ഒരു തോക്കെടുത്ത് അവൾക്ക് കൊടുക്കുകയാണ്. ആ തോക്കും വാങ്ങിച്ച് അവൾ ഫ്ളാറ്റിന് നേരെ ഓടി ചെല്ലുകയാണ്. അടുത്തോട്ട് ചെല്ലുമ്പോഴാവട്ടെ അവളുടെ ഫ്ളാറ്റ് ഒറ്റ പൊട്ടിത്തെറിയാണ്. അതിൽ നിന്ന് സൂഹോയും അതുപോലെ തന്നെ ആ കൊച്ചു പെൺകുട്ടിയും താഴെ തെറിച്ച് വീഴുന്നുണ്ട്. സൂഹോ ആ കൊച്ചു പെൺകുട്ടീനെ മുറുകെ പിടിച്ചിട്ടുണ്ട്, അതിനൊന്നും പറ്റാതെ. എന്നാൽ അവൾ വന്ന് നോക്കുമ്പോൾ രണ്ടുപേർക്കും ബോധമില്ല. അവൾ അവളുടെ കുട്ടീനെ കയ്യിലെടുത്ത് വെച്ച് കരയാണ്. കയ്യിലുള്ള തോക്കൊക്കെ തെറിച്ചു പോയിട്ടുണ്ട്. എന്നാൽ പതിയെ പതിയെ സൂഹോ കണ്ണു തുറക്കുന്നുണ്ട്. അവനോട് ചോദിക്കും ആരാണ് ഇത് ചെയ്തതെന്ന്. എന്നാൽ അവൻ അത് പറയാനായിട്ട് സാധിച്ചില്ല. അതിനുള്ളിൽ അവൻ മരണപ്പെട്ടു പോകുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് യൂൻഹി ആണെങ്കിൽ ആകെ ദേഷ്യത്തിൽ നേരെ ബോസ് ലേഡിനെ കാണാനായിട്ട് ചെല്ലും. അവിടെ ചെന്നിട്ട് അവരുടെ നേരെ തോക്കെടുത്ത് ചൂണ്ടാണ്. നിങ്ങളെ ഞാൻ കൊല്ലും, നിങ്ങൾ എന്റെ ഫാമിലിനെ എല്ലാം കൊന്നു കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവരെ കൊല്ലാനായിട്ട് നിൽക്കുമ്പോൾ അവർ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഒരു വീഡിയോ ഇട്ട് അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ആ വീഡിയോയിൽ മറ്റൊന്നുമല്ല, സൂഹോയും അതുപോലെ തന്നെ മോളും കൂടെ വീടിനുള്ളിലോട്ട് കയറി വന്നപ്പോൾ സൂഹോനെ ഈ ഗുണ്ടകള് അവിടെ മറഞ്ഞിരുന്ന് അടിച്ച് താഴെ ഇടും. അതുപോലെ സൂഹോയുടെ മുമ്പിൽ ഒരു കത്തി എടുത്തിട്ട് കൊടുത്തിട്ട് യൂൻഹിയുടെ മോളെ കൊല്ലുവാണെങ്കിൽ അവന് രക്ഷപ്പെട്ടു പോകാന്നും പറയും. എന്നാൽ സൂഹോ അത് ചെയ്തില്ല. ആ കത്തി എടുത്ത് അവന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യും. എന്നാൽ സൂഹോയ്ക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചില്ല. അവൻ അടിച്ച് താഴെ ഇടുകയാണ്. ഈ ഒരു കൊച്ചു പെൺകുട്ടി സൂഹോയുടെ അടുത്ത് വന്ന് അച്ഛ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. അതേപോലെ തന്നെ ഇതേ നേരമാണെങ്കിൽ ആ ഒരു വില്ലത്തി പെൺകുട്ടി ആണെങ്കിൽ അവിടെ ബോംബ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. യവന്മാര് പറയുന്നതെല്ലാം അവള് കേട്ടാല് യവന്മാർ അവളെ വെറുതെ വിടുമെന്ന് വിചാരിച്ചിട്ട്. എന്നാൽ അതെല്ലാം തോന്നലായിരുന്നു. ബോംബ് സെറ്റ് ചെയ്ത് കഴിഞ്ഞതും അവളുടെ തലയിൽ ഷൂട്ട് ചെയ്ത് അവളെ കൊന്നു കളയുന്നുണ്ട്. പിന്നീട് സൂഹോനെയും അതുപോലെ തന്നെ മോളെയും ആ ഒരു റൂമിലാക്കിയിട്ട് അവന്മാര് പുറത്തിറങ്ങി പോവാണ്. ഈ യവന്മാർ ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് എക്സ് ഹസ്ബൻഡിന്റെ ആൾക്കാരാണ്. അവന്മാരാണ് സൂഹോനെയും അതുപോലെ തന്നെ യൂൻഹിനെയും പിന്നെ ഈ മോളെയും കൊല്ലാനായിട്ട് ശ്രമിച്ചത്. ഒരിക്കലും ഈ ഏജൻസ് അല്ല കൊല്ലാനായിട്ട് നോക്കിയത്. അങ്ങനെ മോളെ സൂഹോനെ ഒരു റൂമിലിട്ട് ബോംബ് വെച്ച് അവിടെ പൂട്ടിയിട്ടതിന് ശേഷം ഇവരത് പൊട്ടിക്കാനായിട്ട് കാത്തു നിൽക്കുകയായിരുന്നു. അതും യൂൻഹിയുടെ മുമ്പിൽ വെച്ച്. യൂൻഹി ആ ഫ്ളാറ്റിലോട്ട് ഓടി വന്നതും അവന്മാര് പൊട്ടിച്ചു. ഇത് എക്സ് ഹസ്ബൻഡിന്റെ ആൾക്കാരുടെ പ്ലാൻ ആയിരുന്നു. ഇതിപ്പോ യൂൻഹിക്ക് മനസ്സിലായി. ഇനി നിനക്ക് എന്നെ കൊല്ലാന്ന് പറഞ്ഞിട്ട് ബോസ് ലേഡി മുമ്പോട്ട് ചെല്ലുകയാണ്. എന്നാൽ യൂൻഹിക്ക് സത്യങ്ങൾ മനസ്സിലായല്ലോ. അവള് താഴെ ഇരുന്ന് പൊട്ടി കരയുന്നുണ്ട്. അതല്ല, യൂൻഹിനെ വിളിച്ച് ബോസ് ലേഡി ഒരു കാറിൽ വന്നിട്ട് ഒരു റെക്കോർഡിങ് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. ഈ സൂഹോ ബോസ് ലേഡിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് യൂൻഹിനെ സൂഹോയ്ക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അവൾ അന്ന് കണ്ടത് തൊട്ടേ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഒരിക്കലും അഭിനയല്ലായിരുന്നു. അവളെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെ കല്യാണം കഴിച്ചതാണ്. ഒരിക്കലും മിഷന്റെ ഭാഗമായിട്ട് ചെയ്തതല്ല. ഇതെല്ലാം കേൾക്കുമ്പോൾ യൂൻഹിക്ക് വൈരാഗ്യം ഇരച്ചു കയറാണ്. അവൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ഒരു കാർ എടുത്ത് ഒരു സ്ഥലത്ത് പോയി നിൽക്കുന്നുണ്ട്. ഈ കാർ വേഗത കൂട്ടി ഒരു ബിൽഡിങ്ങിലോട്ട് ഇടിച്ചിറക്കുകയാണ്. ആ ബിൽഡിങ് എക്സ് ഹസ്ബൻഡിന്റെയാണ്. എക്സ് ഹസ്ബൻഡ് ആ ബിൽഡിങ്ങിൽ കാണുന്ന അവൾക്ക് നന്നായിട്ട് അറിയാം. അവൾ കാർ ഇടിച്ച് കയറ്റിയിട്ട് കാറിൽ നിന്ന് ഇറങ്ങി അവിടെ നിൽക്കുന്ന ഗുണ്ടകളെ എല്ലാവരെയും ഷൂട്ട് ചെയ്ത് താഴെ വീഴ്ത്താനായിട്ട് തുടങ്ങും. എല്ലാവരെയും കൊന്നു കളഞ്ഞിട്ട് അവൾ പതിയെ പതിയെ അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ അവിടെ തന്നെ ഈ എക്സ് ഹസ്ബൻഡ് ഇരിപ്പുണ്ട്. യൂൻഹിനെ കണ്ടത് എക്സ് ഹസ്ബൻഡ് എണീറ്റ് വരികയാണ്. എക്സ് ഹസ്ബൻഡിനോട് ചോദിക്കും, നിങ്ങൾ എന്നെ ഒരു നിമിഷമെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ, അതോ നിങ്ങൾ എന്നോട് കാണിച്ചതെല്ലാം കപട സ്നേഹമായിരുന്നു എന്ന്. എന്നാൽ ഇയാൾ സത്യങ്ങൾ വിളിച്ച് പറയാനായിട്ട് തുടങ്ങും. ഈ യൂൻഹിയുടെ അച്ഛനെ കൊന്നത് കൊണ്ട് തന്നെ ആ ഒരു കുറ്റബോധത്തിലാണ് യൂൻഹിനെ ഇഷ്ടപ്പെട്ടത്. എന്നാൽ ഇഷ്ടപ്പെട്ടതിന് ശേഷം യൂൻഹിനെ സ്നേഹിക്കാനായിട്ട് ഇയാൾക്ക് കഴിഞ്ഞില്ല. കുറ്റബോധം സമ്മതിച്ചില്ല. അതുകൊണ്ട് തന്നെ യൂൻഹിനെ പറ്റിച്ചിട്ട് ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. യൂൻഹിയുടെ കൂടെ ജീവിക്കാതെ രക്ഷപ്പെട്ടു പോയി. യൂൻഹിയുടെ അച്ഛനെ കൊന്നത് ഇയാൾ ആയതുകൊണ്ടാണ് ആ കുറ്റബോധം വന്നത്. ഇപ്പൊ ഇത് കേട്ടത് യൂൻഹിക്ക് ഒരുപാട് ദേഷ്യം വന്നു. യൂൻഹി തോക്കെടുത്ത് അയാളെ ഷൂട്ട് ചെയ്യാതെ പകരം കത്തിയെടുത്ത് അയാളുമായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. രണ്ടുപേരും ഒരേ രീതിയിൽ പിടിച്ചു നിൽക്കുന്നുണ്ട്. രണ്ടുപേരും നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യാണ്. അവസാനം ഫൈറ്റ് ചെയ്ത് ബിൽഡിങ്ങിൽ നിന്ന് താഴെ ചാടി രണ്ടും കൂടെ അവിടെ കിടന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അവസാനം അവിടെ നിന്ന് താഴെ വന്ന് വീണ് രണ്ടിന്റെ ബോധം കുറച്ചു നേരത്തേക്ക് പോവുകയാണ്. യൂൻഹി ആണെങ്കിൽ കാറിന്റെ മുകളിൽ അങ്ങനെ കിടപ്പുണ്ട്. ഈ എക്സ് ഹസ്ബൻഡിന്റെ ആൾക്കാർ അവിടെ നിന്ന് പിടിച്ചെണിപ്പിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്നാൽ യൂൻഹി വിട്ടുകൊടുക്കത്തില്ല. പ്രതികാരം ചെയ്യാനായിട്ട് അവരുടെ പിന്നാലെ ചെല്ലും. എന്നാൽ അവള് പതിയെ ചെല്ലുമ്പോൾ അവളെ പെട്ടെന്ന് തന്നെ ഒരു കാറ് വന്ന് ഇടിച്ചിടുകയാണ്. അവള് റോഡ് നോക്കാതെ ചാടിയത് കൊണ്ട് തന്നെ അവളെ ഇടിച്ചിട്ടതാണ്. അവള് കുറച്ചു നേരം ആ റോഡിൽ വയ്യാതെ കിടക്കുമ്പോൾ അവന്മാര് ബസ് എടുത്ത് അവളുടെ മുകളിലൂടെ കയറ്റാനായിട്ട് നോക്കും. എന്നാൽ അവള് പെട്ടെന്ന് തന്നെ തെന്നി മാറുകയാണ്. അവളുടെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് കാർ ഇടിച്ച കാറുകാരനാണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങി വന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ അയാളെയൊക്കെ തള്ളി മാറ്റി അയാളുടെ കാറിൽ കയറി കാർ എടുത്ത് അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങും. അതും കാറിന്റെ ഗ്ലാസ് ഒക്കെ ചവിട്ടി ദൂരെ തെറിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആക്സിലേറ്ററിൽ ഒരു കുപ്പി എടുത്ത് വെച്ചിട്ട്
കാറിന്റെ ബോണറ്റിലിരുന്ന് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്തിട്ടാണ് പോകുന്നത്. അവൾ അങ്ങനെ കാർ ഓടിച്ച് നേരെ ചെല്ലുന്നത് നേരത്തെ പോയ ബസ്സിന്റെ അടുത്താണ്. ആ ബസ്സിനെ കണ്ടതും കാർ അടുപ്പിച്ചിട്ട് ആ ബസ്സിലോട്ട് ചാടി കയറുകയാണ്. അവളുടെ കയ്യിൽ തന്നെ കോടാലിയും കത്തിയൊക്കെ ഉണ്ട്. ആ ബസ്സിൽ കോടാലി വെച്ച് വെട്ടിപ്പിടിച്ചിട്ടാണ് അവൾ തൂങ്ങി കിടക്കുന്നത്. അവന്മാരകത്ത് നിന്ന് വാളിന് കുത്താനായിട്ട് നോക്കുമ്പോൾ അവൾ എങ്ങനെയെങ്കിലുമൊക്കെ ചില്ല് പൊട്ടിച്ച് അകത്ത് കയറി ചെല്ലുകയാണ്. അവന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അവൾ ഒറ്റയ്ക്ക് അത്രയധികം ആൾക്കാർ അടിച്ച് താഴെ തള്ളിയിടുന്നുണ്ട്, അല്ലെങ്കിൽ കൊന്നു കളയാണ്. അങ്ങനെ ഫൈറ്റ് ചെയ്ത് എല്ലാരെയും കൊന്നു കളഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ബസ്സിലുള്ള ഡ്രൈവറും അതുപോലെ തന്നെ ഈ ഒരു എക്സ് ഹസ്ബൻഡും ആണ്. ഡ്രൈവറിന് ഇറങ്ങി എന്തായാലും ഫൈറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ എക്സ് ഹസ്ബൻഡുമായിട്ട് ഫൈറ്റ് ചെയ്യും. എക്സ് ഹസ്ബൻഡിന്റെ മുമ്പിൽ അവൾക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. അവൾ അയാൾ എടുത്തിട്ട് നല്ല രീതിയിൽ തല്ലുന്നുണ്ട്. അവളുടെ ഷോൾഡറിലാണെങ്കിൽ ഒരു കത്തിയും കുത്തി ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് വലുതായിട്ട് അയാളുമായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ ഇവളുടെ വേറൊരു വഴിയുണ്ട്. തൊട്ട് സൈഡിൽ തന്നെ ഡ്രൈവർ ഉണ്ടല്ലോ, അയാളുടെ കയ്യിൽ ഒറ്റ വെട്ടാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് വണ്ടി ഓടിക്കാനായിട്ട് പറ്റുന്നില്ല. അതുമല്ല കോടാലിക്ക് സ്റ്റിയറിംഗിന്റെ കൺട്രോൾ നഷ്ടപ്പെടുത്തി കളയും. ഈ ബസ്സാണെങ്കിൽ കൺട്രോൾ തെറ്റി മറിയും. ഈ മൂന്നെണ്ണത്തിന്റെ ബോധം പോകും. യൂൻഹി, അതുപോലെ തന്നെ ഹസ്ബൻഡ്, പിന്നെ ഈ ഡ്രൈവറിന്റെ കൈയൊക്കെ അറ്റുപോയിട്ട് അയാൾ മരണപ്പെട്ടു പോയി കാണണം. കുറെ നേരം കഴിയുമ്പോൾ യൂൻഹിക്ക് ബോധം വന്നിട്ടുണ്ട്. അവൾ പതിയെ എണീറ്റിട്ട് ഭർത്താവിന്റെ അടുത്ത് ചെല്ലുകയാണ്, അതായത് പഴയ ഭർത്താവിന്റെ അടുത്ത്. അയാൾക്കും ബോധം വന്നിട്ടുണ്ട്. അയാൾ അവിടെ വന്ന് അങ്ങനെ ഇരിക്കുകയാണ്. അയാൾ യൂൻഹിനെ അങ്ങനെ നോക്കുന്നുണ്ട് ഒരു പുച്ഛഭാവത്തില്. ഇവളുടെ പഴയ ഹസ്ബൻഡ് ആയതുകൊണ്ട് തന്നെ ഈ ഹസ്ബൻഡ് എന്താ വിചാരിക്കുക, അവൾക്ക് അവനെ കൊല്ലാൻ പറ്റത്തില്ല എന്ന്. എന്നാൽ അവൾ കോടാലി എടുത്ത് ഒറ്റ വെട്ടാണ്. അവനൊന്നും നോക്കിയത് പോലുമില്ല. അവളുടെ പ്രതികാരം അവിടെ തീർന്നു കഴിഞ്ഞു. പ്രതികാരമൊക്കെ കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങി വരുമ്പോൾ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അതുമല്ല അവളുടെ ചുറ്റും പോലീസുകാർ വളഞ്ഞിട്ടുമുണ്ട്. ഈ പോലീസുകാർ വന്ന് അവളുടെ ചുറ്റും വളയുമ്പോൾ അവളുടെ മുഖത്തൊരു ചിരിയുണ്ട്. കാരണം അവൾ എന്തായാലും ജയിലിൽ കൊണ്ടുപോയി ഇടത്തില്ല. അവളെ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് പുതിയ മിഷൻസിനായിട്ട് അയക്കും. അടുത്ത അസാസിൻ ഗ്രൂപ്പിൽ ചേർക്കും. പ്രതികാരം ചെയ്ത് ആ ഒരു സന്തോഷത്തിൽ അവൾ ചിരിച്ചങ്ങനെ നിൽപ്പുണ്ട്. ഇതും കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.